Hello friends, welcome back. ഇന്നൊരു അടിപൊളി സ്പൈസി ചിക്കൻ മസാല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചൂടുള്ള പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ചിക്കനിലോട്ടൊന്ന് മസാല ഒന്ന് തേച്ച് വെക്കണം. അതിനായി വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരിവ് കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണില്ല കേട്ടോ, ഇതപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 6 അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലോട്ട് ചിക്കൻ ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കന് ഇതിൽ കിടന്നിട്ട് തന്നെ നന്നായി ഒന്ന് മുരിഞ്ഞ് വരണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഓയിൽ കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തത് മസാല ഒന്ന് ഉണ്ടാക്കണം. അതിനായി ഞാനിവിടെ എടുത്തുള്ള സെയിം പാൻ തന്നെയാണ്. ഇതിലോട്ട് 7 വലിയ സവാള നീളനെ അരിഞ്ഞത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇതിൽ കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതിലോട്ട് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇനി നമുക്ക് മൂടി തുറന്നതിന് ശേഷം ഒന്ന് കുറച്ചും കൂടി കറിവേപ്പില ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. സവാള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരിവ് കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലപ്പൊടിയുടെ എല്ലാം പച്ചക്കുത്ത് മാറിയാൽ ഇതിലോട്ട് 6 വലിയ തക്കാളി നീളനെ അരിഞ്ഞത് ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കനിലോട്ടൊന്ന് മസാല പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല, ഒരു ഹാഫ് ലെമണ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് മല്ലിയില ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. മൂടിയും തുറന്ന് നോക്കാം. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ചിക്കൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 5-6 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ അതിൽ ചേർക്കണത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ സ്പൈസി ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായി കാണാം.